ഹലോ എവ്രി വൺ, വെൽക്കം ടു ദ DIY വില്ലേജ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്രീമി ആയിട്ടുള്ള അഫ്ഗാനി ചിക്കനും വീറ്റ് ഗാർലിക് നാനുമാണ്. ആദ്യം തന്നെ നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് തയ്യാറാക്കി വയ്ക്കാം. 1/2 കിലോ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് 4 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരോ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മന്തി മസാലയോ ചാറ്റ് മസാലയോ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാരിനേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയി. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് വയ്ക്കാം. എല്ലാ ഭാഗത്തും മസാല പിടിക്കാൻ വേണ്ടിയിട്ട് കൈകൊണ്ടോ സ്പൂൺ കൊണ്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിൽ 2 മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അഫ്ഗാനി ചിക്കൻ്റെ മാരിനേഷൻ വർക്കെല്ലാം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രേവി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കശുവണ്ടിയോ ബദാമോ എടുക്കാം. അപ്പോൾ ബദാം എടുക്കുന്നതെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് കുറച്ച് സമയം കുതിർത്തിയിട്ടിട്ട് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് വേണം എടുക്കാൻ. മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനിലേക്ക് ബദാം അരച്ച് വെച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനിനി 1 ടീസ്പൂൺ ചിക്കൻ മസാലയും 1 ടീസ്പൂൺ ചാറ്റ് മസാലയും 1/2 ടീസ്പൂൺ കസൂരി മേത്തിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ മാത്രം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പാൻ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചിക്കനും ഗ്രേവിയും എല്ലാം ഇട്ട് കൊടുക്കണം. നമുക്കിവിടെ ചിക്കൻ വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണം. അപ്പോൾ അതിനായിട്ട് ഒരു അരമണിക്കൂറെങ്കിലും നമുക്കിത് കുക്ക് ചെയ്യേണ്ടി വരും. മീഡിയം ഫ്ലെയിം ഇട്ടിട്ട് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട്, നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇപ്പോൾ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തേക്കാം. ഇതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുരുമുളക് പൊടിയും ഇടിച്ചമുളകും ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ക്രീമി ആയിട്ടുള്ള നമ്മുടെ അഫ്ഗാനി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ കൂടെ ഉണ്ടാക്കാൻ പോകുന്നത് വീറ്റ് ഗാർലിക് നാനാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പൊടി കുഴച്ച് വയ്ക്കാം. ഇതിനായിട്ട് 1 കപ്പ് ഗോതമ്പ് പൊടിയും 1/2 കപ്പ് മൈദപ്പൊടിയുമാണ് എടുക്കേണ്ടത്. ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇളം ചൂടുവെള്ളമോ അതോ പച്ചവെള്ളമോ ഉപയോഗിച്ചിട്ട് നന്നായിട്ടിത് കുഴച്ചെടുക്കണം. കുഴച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ചേർത്ത് കൊടുക്കാം. നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കുഴച്ച് വെച്ച് ഉടനെ തന്നെ നമ്മൾ ഉണ്ടാക്കരുത്. ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കാരണം നമ്മൾ ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നും ഇട്ടിട്ടില്ല ഇതിനകത്ത്. അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് കിട്ടുള്ളൂ. സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന അതേ സൈസിൽ തന്നെ ഇത് പരത്തിയെടുക്കണം.
ഇതിൻ്റെ മുകളിലേക്ക് സൺഫ്ലവർ ഓയിലോ ബട്ടറോ ചേർത്തൊന്ന് തടവി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് മുറിച്ച് വെച്ച മല്ലിയിലയും ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കണം. ഇതേപോലെ എല്ലാം ഞാൻ ഇവിടെ മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇത് പരത്തിയെടുക്കണം. ഇവിടെ ഞാൻ സ്ക്വയർ ഷേപ്പിൽ തന്നെയാണ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാ മൂലയും ഒരേപോലെ തന്നെ തിക്നെസ് ആയിരിക്കണം. അപ്പോൾ തിക്നെസ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്കിത് വെന്ത് കിട്ടാൻ പാടായിരിക്കും. ഇത് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടൊന്ന് ചുട്ടെടുക്കണം. സാധാരണ ചപ്പാത്തിനേലും കട്ടി കൂടുതലുള്ളത് കൊണ്ടിട്ട് രണ്ട് സൈഡും നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം. ഇനി ഇതേപോലെ മടക്കി വെച്ചിട്ട് ശരിക്കും ഒന്ന് അടിച്ചു കൊടുക്കണം. സാധാരണ നമ്മൾ പൊറോട്ടയൊക്കെ അടിക്കുന്ന പോലെ തന്നെ ഇതും അടിച്ചു കൊടുക്കണം. എങ്കിലാണ് നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ അഫ്ഗാനി ചിക്കനും വീറ്റ് ഗാർലിക് നാനോടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു കോമ്പിനേഷനാണ്. എന്തായാലും ഇത് ഇഷ്ടപ്പെടും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.